1950 പുറത്തിറങ്ങിയ അകിര കുറസാവയുടെ റഷമൻ എന്ന സിനിമ ലോകമെമ്പാടുമുള്ള ഫിലിം മേക്കേഴ്സിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കി. അതിനു കാരണം ഇതിലെ സ്ക്രീൻ പ്ലേയിൽ യൂസ് ചെയ്ത ടെക്നിക്കായിരുന്നു. റഷമൻ എഫക്ട് എന്നറിയപ്പെടുന്ന ആ ടെക്നിക് സിനിമയിൽ മാത്രമല്ല സൈക്കോളജിയിലും ലീഗൽ സിസ്റ്റത്തിലും വരെ തരംഗം സൃഷ്ടിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എന്താണ് റഷമൻ എഫക്ട് എന്നാണ്. അതിനു മുമ്പായി ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഈ ടെക്നിക് ആദ്യമായി 1950 പുറത്തിറങ്ങിയ റഷമൻ എന്ന സിനിമയിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിന് റഷമൻ എഫക്ട് എന്ന പേര് വന്നത്. 2 ഷോർട്ട് സ്റ്റോറികളെ ബേസ് ചെയ്താണ് ലെജൻഡറി ജാപ്പനീസ് ഡയറക്ടർ അകിര കുറസാവ ഈ സിനിമ എടുത്തിരിക്കുന്നത്. സിനിമയുടെ കഥ ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു സമുറായും അയാളുടെ ഭാര്യയും കാട്ടിലൂടെ പോകുമ്പോൾ ഒരു കൊള്ളക്കാരന്റെ പിടിയിൽപ്പെടുന്നു. ശേഷം ആ സ്ത്രീ റേപ്പ് ചെയ്യപ്പെടുകയും ആ സമുറായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഈ സംഭവിച്ചതൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നത് 4 ക്യാരക്ടേഴ്സിന്റെ സാക്ഷ്യമൊഴികളിൽ നിന്നാണ്. ആദ്യത്തെയാൾ കൊള്ളക്കാരൻ, രണ്ടാമത്തേത് സ്ത്രീ, മൂന്നാമത്തേത് മരിച്ചുപോയ സമുറായാണ്. അയാളുടെ ആത്മാവിനെ ഒരു മന്ത്രവാദിനി അവരുടെ ശരീരത്തിലേക്ക് വിളിച്ചു വരുത്തും. പിന്നെയുള്ളത് ഇതെല്ലാം കണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു മരംവെട്ടുകാരനാണ്. ഇവരെല്ലാം വിചാരണ ചെയ്യപ്പെടുമ്പോൾ വ്യത്യസ്ത കഥകളായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചെന്നുള്ളത് മിസ്റ്ററിയാണ്. നമ്മൾ പ്രേക്ഷകർ അത് ഊഹിച്ചെടുക്കേണ്ടി വരും. കാരണം ഒരേ സംഭവത്തിന്റെ പല വേർഷൻസ് ആണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. അപ്പോ എന്താണ് റഷമൻ എഫക്ട് എന്ന് വെച്ചാൽ, ഒരു സംഭവത്തിനെ കുറിച്ച് പല ആളുകൾ അഥവാ ദൃക്സാക്ഷികൾ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടെ വിവരിക്കുന്നതിനെയാണ് റഷമൻ എഫക്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, 2 കാറുകൾ കൂട്ടിയിടിച്ച് ഒരു അപകടമുണ്ടായി. ആ സംഭവത്തിന് 2 ദൃക്സാക്ഷികളുണ്ട്. അതിലൊരു ദൃക്സാക്ഷിയോട് പോലീസ് ഒന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും കാർ എയുടെ ഡ്രൈവർ കാരണമാണ് ഈ അപകടമുണ്ടായതെന്ന്. എന്നാൽ മറ്റേയാൾ കാർ ബിയുടെ ഡ്രൈവറിനെയായിരിക്കും കുറ്റപ്പെടുത്തുന്നത്. ഇവിടെ ദൃക്സാക്ഷിയുടെ മൊഴികൾ വ്യത്യസ്തമാണ്. അതല്ലാതെ മറ്റൊരു തെളിവും ഈ കേസ് തെളിയിക്കാനുമില്ല. അപ്പോൾ റഷമൻ എഫക്റ്റിനെ കുറിച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സിനിമകൾ നോക്കാം. ഗോൺ ഗിർ, പ്രീഡെസ്റ്റിനേഷൻ, ദി ഹാൻഡ് മെയ്ഡ്, വിരുമാൻഡി, ധ്രുവങ്ങൾ 16, യവനിക, സെവന്ത് ഡേ. ഇനിയുമുണ്ട് സിനിമകൾ. ഞാൻ പിന്നെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ കുറച്ചേ പറയുന്നുള്ളൂ. പിന്നെ ഈ റഷമൻ എന്ന സിനിമയും കണ്ടു നോക്കാം. കുറച്ച് ബോറടിക്കും, പഴയ സിനിമയല്ലേ. എന്നാലും ആദ്യമായി ഈ ടെക്നിക് കൊണ്ടുവന്ന സിനിമ ആയതുകൊണ്ട് കണ്ടു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.